ഇന്ന് ദിവസം 88. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജോഷുവ അധ്യായം 22 മുതൽ 24 വരെ. സങ്കീർത്തനങ്ങൾ 132. ജോഷുവ അധ്യായം 22. കിഴക്കൻ ഗോത്രങ്ങൾ മടങ്ങുന്നു. റൂബൻ ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും ജോഷുവ വിളിച്ചുകൂട്ടി. അവൻ അവരോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ അനുസരിച്ചു. എൻ്റെ ആജ്ഞ നിങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു. നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ കർത്താവിൻ്റെ ദാസനായ മോശ ജോർദാനക്കരെ നിങ്ങൾക്ക് അവകാശമായി നൽകിയ ദേശത്തുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യണം എന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുന്നതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോഷുവ അവരെ അനുഗ്രഹിച്ചയച്ചു. അവർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി. മനാസയുടെ ഒരർദ്ധഗോത്രത്തിന് മോശ ബാഷാനിൽ അവകാശം നൽകിയിരുന്നു. മറ്റേ അർദ്ധഗോത്രത്തിന് ജോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ സഹോദരന്മാരുടെ അവകാശ ഭൂമിയോട് ചേർന്ന് ജോഷുവ ഓഹരി കൊടുത്തു. അവർ അവരെ അനുഗ്രഹിച്ച് സ്വഭവനങ്ങളിലേക്ക് അയച്ചു. അവൻ പറഞ്ഞു, വളരെയധികം കന്നുകാലികൾ, വെള്ളി, സ്വർണം, പിച്ചള, ഇരുമ്പ്, വസ്ത്രങ്ങൾ എന്നിവയോടുകൂടി സമ്പന്നരായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. ശത്രുക്കളിൽ നിന്ന് ലഭിച്ച കൊള്ളവസ്തുക്കൾ സഹോദരന്മാരുമായി പങ്കുവയ്ക്കുവിൻ. അങ്ങനെ റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ജനത്തോട് യാത്ര ചോദിച്ചതിനു ശേഷം കാനാൻ ദേശത്തുള്ള ഷീലോയിലേക്ക് കർത്താവിൻ്റെ ദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് സ്വന്തമാക്കിയ ഗിലെയാദിലുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങി. ജോർദാന് സമീപം ബലിപീഠം. റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും കാനാൻ ദേശത്ത് ജോർദാന് സമീപം എത്തിയപ്പോൾ നദീതീരത്ത് വലിയൊരു ബലിപീഠം നിർമ്മിച്ചു. ഇതാ, റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശ ഭൂമിയിൽ കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിൽ ജോർദാൻ്റെ തീരത്ത് ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനം കേട്ടു. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും അവരോട് യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ഷീലോയിൽ സമ്മേളിച്ചു. ഇസ്രായേൽ ജനം പുരോഹിതനായ എലെയാസറിൻ്റെ മകൻ ഫിനെഹാസിനെ ഗിലെയാദിൽ റൂബൻ ഗാത്രഗോത്രങ്ങളുടെയും മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെയും അടുത്തേക്ക് അയച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തലവന്മാരായ 10 പേരെയും അവനോടുകൂടെ അയച്ചു. അവർ ഗിലെയാദിൽ റൂബൻ ഗാദ് ഗോത്രങ്ങളുടെയും മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെയും അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവിൻ്റെ ജനമൊന്നാകെ ഇങ്ങനെ പറയുന്നു, കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ എതിർത്തുകൊണ്ട് നിങ്ങൾ സ്വന്തമായി ഒരു ബലിപീഠം നിർമ്മിച്ചു. ഇസ്രായേലിൻ്റെ ദൈവത്തിനെതിരെ എന്തതിക്രമമാണ് നിങ്ങളെന്ന് പ്രവർത്തിച്ചിരിക്കുന്നത്. പെയോറിൽ വെച്ച് നമ്മൾ പാപം ചെയ്തു. അതിന് ശിക്ഷയായി കർത്താവ് ജനത്തിൻ്റെ മേൽ മഹാമാരി അയച്ചു. ആ പാപത്തിൽ നിന്ന് ഇന്നും നമ്മൾ ശുദ്ധരായിട്ടില്ല. ഇത് പോരാഞ്ഞിട്ടാണോ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ നിങ്ങൾ ഭാവിക്കുന്നത്? ഇന്ന് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കുന്നെങ്കിൽ നാളെ അവിടുന്ന് ഇസ്രായേൽ ജനം മുഴുവനോടും കോപിക്കും. ആകയാൽ നിങ്ങളുടെ ദേശം അശുദ്ധമെങ്കിൽ കർത്താവിൻ്റെ കൂടാരം സ്ഥിതി ചെയ്യുന്ന ദേശത്ത് വന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു സ്ഥലം സ്വന്തമാക്കണം. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠമല്ലാതെ മറ്റൊന്ന് നിർമ്മിച്ചുകൊണ്ട് അവിടത്തോട് മത്സരിക്കുകയോ അതിലേക്ക് ഞങ്ങളെ വലിച്ചിഴയ്ക്കുകയോ ചെയ്യരുത്. സേറായുടെ മകൻ ആകാൻ നേർച്ച വസ്തുക്കളുടെ കാര്യത്തിൽ അവിശ്വസ്തത കാണിക്കുകയും അതിൻ്റെ ശിക്ഷ ഇസ്രായേൽ ജനം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തില്ലേ? അവൻ്റെ തെറ്റിന് അവൻ മാത്രമല്ലല്ലോ നശിക്കേണ്ടി വന്നത്. റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ഗോത്രത്തലവന്മാരോട് പറഞ്ഞു, സർവശക്തനായ ദൈവമാണ് കർത്താവ്. അതെ, സർവശക്തനായ ദൈവം തന്നെ കർത്താവ്. അവിടുന്ന് ഇതറിയുന്നു, ഇസ്രായേലും അറിയട്ടെ. കർത്താവിനോടുള്ള മത്സരത്താലോ അവിശ്വസ്തതയാലോ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നതിനോ വേണ്ടിയാണ് ബലിപീഠം പണിതതെങ്കിൽ അവിടുന്ന് ഞങ്ങളെ ശിക്ഷിക്കട്ടെ.
ഞങ്ങൾ അതിന്മേൽ ദഹനബലി, ധാന്യബലി, സമാധാനബലി എന്നിവ അർപ്പിക്കുന്നെങ്കിൽ അവിടുന്ന് തന്നെ ഞങ്ങളോട് പ്രതികാരം ചെയ്യട്ടെ. ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ അതിർത്തിയായി കർത്താവ് ജോർദാനെ നിശ്ചയിച്ചിരിക്കുന്നു. റൂബൻ, ഗാദ് ഗോത്രക്കാരായ നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് അവകാശമില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവരെ അകറ്റും എന്ന് ഭയന്നാണ് ഞങ്ങളിത് ചെയ്തത്. അതുകൊണ്ട് ഈ ബലിപീഠം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ദഹനബലിയോ ഇതര ബലിയോ അർപ്പിക്കുന്നതിനല്ല അത്. പ്രത്യുത ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ നമ്മുടെ പിൻതലമുറകൾക്കിടയിൽ ഒരു സാക്ഷ്യമായാണ് അത് നിർമ്മിച്ചത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ദഹനബലിയും സമാധാന ബലിയും മറ്റു ബലികളും അർപ്പിക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് കർത്താവിൽ നിങ്ങൾക്ക് ഓഹരിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളോടോ ഞങ്ങളുടെ പിൻഗാമികളോടോ ഭാവിയിൽ അവർ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും, ബലിക്കോ ദഹനബലിക്കോ അല്ല, നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യ ഒരു സാക്ഷ്യത്തിനായി കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ ഒരു മാതൃക ഞങ്ങളുടെ പിതാക്കന്മാർ നിർമ്മിച്ചതാണ്. കർത്താവിൻ്റെ കൂടാരത്തിന് മുൻപിലുള്ള ബലിപീഠമല്ലാതെ ദഹനബലിക്കോ ധാന്യബലിക്കോ ഇതര ബലികൾക്കോ വേണ്ടി മറ്റൊരു ബലിപീഠമുണ്ടാക്കി കർത്താവിനെതിരെ മത്സരിക്കുകയും അവിടുത്തെ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് ഇടയാവാതിരിക്കട്ടെ. റൂബൻ, ഗാദ്, മനാസെ ഗോത്രങ്ങൾ പറഞ്ഞ ഈ വാക്ക് കേട്ട് പുരോഹിതനായ ഫിനെഹാസും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരും ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരും തൃപ്തരായി. പുരോഹിതനായ എലെയാസറിൻ്റെ മകൻ ഫിനെഹാസ് അവരോട് പറഞ്ഞു, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ഇന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ നിങ്ങൾ കർത്താവിനെതിരെ അകൃത്യം ചെയ്തില്ല. നിങ്ങൾ ഇസ്രായേൽ ജനത്തെ കർത്താവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പുരോഹിതനായ എലെയാസറിൻ്റെ മകൻ ഫിനെഹാസും സമൂഹ നേതാക്കളും ഗിലെയാദിൽ റൂബൻ, ഗാദ് ഗോത്രങ്ങളുടെ അടുക്കൽ നിന്ന് കാനാൻ ദേശത്ത് തിരിച്ചു വന്നു ഇസ്രായേൽ ജനത്തെ വിവരമറിയിച്ചു. ഈ വാർത്ത ഇസ്രായേലിനെ സന്തോഷിപ്പിച്ചു. റൂബൻ, ഗാദ് ഗോത്രങ്ങൾ വസിക്കുന്ന നാട് നശിപ്പിക്കാൻ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ പിന്നീട് സംസാരിച്ചില്ല. അവർ ദൈവത്തെ സ്തുതിച്ചു. കർത്താവാണ് ദൈവം എന്നതിന് ഇത് നമ്മുടെ ഇടയിൽ ഒരു സാക്ഷ്യമായിരിക്കും എന്ന് പറഞ്ഞ് റൂബൻ, ഗാദ് ഗോത്രങ്ങൾ ആ ബലിപീഠത്തിന് സാക്ഷ്യം എന്ന് പേരിട്ടു. ജോഷുവ അധ്യായം 23. ജോഷുവ വിടവാങ്ങുന്നു. ചുറ്റുമുള്ള ശത്രുക്കളെയെല്ലാം കീഴടക്കി കർത്താവ് ഇസ്രായേലിന് സ്വസ്ഥത നൽകി. അങ്ങനെ ഏറെ കാലം കഴിഞ്ഞു ജോഷുവ വൃദ്ധനായി. അവൻ ഇസ്രായേൽ ജനത്തെയും അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ഞാനിതാ വൃദ്ധനായി. ജനതകളോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അവിടുന്ന് തന്നെയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ജോർദാൻ മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ ഞാൻ പിടിച്ചടക്കിയതും കീഴടങ്ങാതെ അവശേഷിക്കുന്നതുമായ എല്ലാ ദേശങ്ങളും നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി ഞാൻ വിഭജിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് ശത്രുക്കളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അവിടുന്ന് വാഗ്ദാനം ചെയ്തതനുസരിച്ച് അവരുടെ ദേശം നിങ്ങൾ കൈവശപ്പെടുത്തും. ആകയാൽ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസ്തയോടെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. അതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്നവരുമായി കൂടിക്കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെ കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. പ്രബലരും ശക്തരുമായ ജനങ്ങളെ കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. ഇതുവരെ ഒരുവനും നിങ്ങളോട് എതിർത്ത് നിൽക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളിൽ ഒരാൾ 1000 പേരെ തുരത്തുന്നു. കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരിക്കണം. എന്നാൽ ഇക്കാര്യം വിസ്മരിച്ച് നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്ന ഈ ജനങ്ങളുമായി ഇടപഴകുകയോ അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുകയോ നിങ്ങളുടെ സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ടദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതുവരെ അവർ നിങ്ങൾക്ക് കെണിയും കുടുക്കും മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളുമായിരിക്കും.
ഇതാ സകല മർത്യരും പോകേണ്ട വഴിയെ എനിക്കും പോകാറായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും സഫലമാകാതിരുന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാമല്ലോ. നിങ്ങൾക്ക് വേണ്ടി എല്ലാം നിറവേറി ഒന്നും വിഫലമായിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തൻ്റെ ഭീഷണിയും നിറവേറ്റും. നിങ്ങൾ അവിടുത്തെ ഉടമ്പടി ലംഘിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങളുടെ മേൽ ജ്വലിക്കും. നിങ്ങളുടെ മേൽ സകല തിന്മകളും വരുത്തി താൻ നൽകിയ വിശിഷ്ടദേശത്ത് നിന്ന് അവിടുന്ന് നിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. ജോഷുവ അധ്യായം 24. ഷെക്കമിലെ ഉടമ്പടി. ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങളെ ഷെക്കമിൽ വിളിച്ചുകൂട്ടി. അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും വിളിച്ചു വരുത്തി. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നു. ജോഷുവ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അബ്രാഹത്തിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേരഹ് വരെയുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യൂഫ്രട്ടീസിനക്കരെ മറ്റു ദേവന്മാരെ സേവിച്ചു പോന്നു. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെ ഞാൻ നദിയുടെ മറുകരെ കൊണ്ടുവരികയും കാനാൻ ദേശത്തുകൂടെ നയിക്കുകയും അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഞാൻ അവന് ഇസഹാക്കിനെ നൽകി. ഇസഹാക്കിനെ യാക്കോബിനെയും ഏസാവിനെയും കൊടുത്തു. ഏസാവിന് സെയർ മലമ്പ്രദേശം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവൻ്റെ സന്തതികളും ഈജിപ്തിലേക്ക് പോയി. ഞാൻ മോശയെയും അഹ്റോനെയും അവിടേക്ക് അയച്ചു. ഈജിപ്തിൻ്റെ മേൽ മഹാമാരികളയച്ച് നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചു. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കടൽ വരെ വന്നു. അപ്പോൾ ഈജിപ്തുകാർ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടി ചെങ്കടൽ വരെ നിങ്ങളെ പിന്തുടർന്നു. നിങ്ങൾ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേലരുടെയും ഈജിപ്തുകാരുടെ ഇടയിൽ അന്ധകാരം വ്യാപിപ്പിച്ചു. കടൽ അവരുടെ മേലൊഴുകി അവർ മുങ്ങി മരിക്കാനിടയാക്കി. ഞാൻ ഈജിപ്തിനോട് ചെയ്തത് നിങ്ങൾ നേരിൽ കണ്ടതാണല്ലോ. നിങ്ങൾ വളരെ നാൾ മരുഭൂമിയിൽ വസിച്ചു. അനന്തരം ജോർദാന് മറുകരെ വസിച്ചിരുന്ന അമോര്യരുടെ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അവർ നിങ്ങളോട് യുദ്ധം ചെയ്തെങ്കിലും അവരെ നിങ്ങളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു. നിങ്ങൾ അവരുടെ ദേശം അവകാശമാക്കുകയും നിങ്ങളുടെ മുൻപിൽ വച്ച് ഞാൻ അവരെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സിപ്പോറിൻ്റെ മകനും മോവാബ് രാജാവുമായ ബാലാക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിക്കുന്നതിന് ബയോറിൻ്റെ മകൻ ബാലാമിനെ അവൻ ആളയച്ചു വരുത്തി. എന്നാൽ ഞാൻ ബാലാമിനെ ശ്രവിച്ചില്ല. അതിനാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ബാലാക്കിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. പിന്നീട് നിങ്ങൾ ജോർദാൻ കടന്ന് ജെറീക്കോയിലെത്തി. അപ്പോൾ ജെറീക്കോ നിവാസികൾ അമോര്യർ, ഫെരീസിയർ, കാനാന്യർ, ഹിത്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, ജബൂസിയർ എന്നിവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു. എന്നാൽ ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നലുകളെ അയച്ചു. അവ അമോര്യരുടെ 2 രാജാക്കന്മാരുടെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓടിച്ചു. നിങ്ങളെൻ്റെ വാളിൻ്റെയോ വില്ലിൻ്റെയോ സഹായത്താലല്ല അത് സാധിച്ചത്. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് മരത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഈജിപ്തിലും നദിക്കക്കരെയും നിങ്ങളുടെ പിതാക്കന്മാരെ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവിൻ. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ ജനം പ്രതിവചിച്ചു, ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മെയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോരുകയും നമ്മുടെ കൺമുൻപിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നാം പോയ എല്ലാ വഴികളിലും കടന്നുപോയ എല്ലാ ജനതകളുടെ ഇടയിലും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തത്. ഈ ദേശത്ത് വസിച്ചിരുന്ന അമോര്യരെയും മറ്റ് ജനതകളെയും നമ്മുടെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തി. അതിനാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും. അവിടുന്നാണ് നമ്മുടെ ദൈവം. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് കർത്താവിനെ സേവിക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്, അസഹിഷ്ണുവായ ദൈവം. നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും അവിടുന്ന് ക്ഷമിക്കുകയില്ല. കർത്താവിനെ വിസ്മരിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുന്ന് നിങ്ങൾക്കെതിരെ തീരും. നന്മ ചെയ്തിരുന്ന കർത്താവ് നിങ്ങൾക്ക് തിന്മ വരുത്തുകയും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ജനം ജോഷുവയോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കർത്താവിനെ മാത്രം സേവിക്കും. ജോഷു പറഞ്ഞു, കർത്താവിനെ സേവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷി. അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ തന്നെ സാക്ഷി.
അവൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹൃദയം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിയട്ടെ. ജനം വീണ്ടും ജോഷുവയോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ വാക്ക് കേൾക്കുകയും ചെയ്യും. അങ്ങനെ ശെക്കമിൽ വെച്ച് ജോഷുവ അന്ന് ജനവുമായി ഉടമ്പടി ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും നൽകുകയും ചെയ്തു. ജോഷുവ ഈ വാക്കുകൾ കർത്താവിൻ്റെ നിയമഗ്രന്ഥത്തിൽ എഴുതി. അവൻ വലിയൊരു കല്ലെടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിന് സമീപത്തുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സ്ഥാപിച്ചു. ജോഷുവ ജനത്തോട് പറഞ്ഞു, ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. കർത്താവ് നമ്മോട് അരുളി ചെയ്ത എല്ലാ വചനങ്ങളും ഇത് ശ്രവിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ദൈവത്തോട് അവിശ്വസ്തമായി പ്രവർത്തിക്കാതിരിക്കുന്നതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ. അനന്തരം ജോഷുവ ജനത്തെ അവരവരുടെ അവകാശദേശത്തേക്ക് അയച്ചു. ജോഷുവയുടെ മരണം. പിന്നീട് കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ജോഷുവ മരിച്ചു. അപ്പോൾ അവന് 110 വയസ്സുണ്ടായിരുന്നു. അവർ അവനെ ഗാഷ് മലയുടെ വടക്ക് എഫ്രായിം മലമ്പ്രദേശത്തുള്ള അവൻ്റെ അവകാശ സ്ഥലമായ തിമ്നാസ് തേറായിൽ സംസ്കരിച്ചു. ജോഷുവയുടെ കാലത്തും അവന് ശേഷവും ജീവിച്ചിരിക്കുന്നവരും കർത്താവ് ഇസ്രായേലിന് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടവരുമായ ശ്രേഷ്ഠന്മാരുടെ കാലത്തും ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിൻ്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ശെക്കമിൽ സംസ്കരിച്ചു. ഈ സ്ഥലം ശെക്കമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് 100 വെള്ളി നാണയത്തിന് യാക്കോബ് വാങ്ങിയതാണ്. അത് ജോസഫിൻ്റെ സന്തതികൾക്ക് അവകാശമായി. അഹ്റോൻ്റെ മകനായ എലയാസർ മരിച്ചു. അവർ അവനെ ഗിബയായിൽ സംസ്കരിച്ചു. അത് അവൻ്റെ മകൻ ഫിനെഹാസിന് എഫ്രായിം മലമ്പ്രദേശത്ത് ലഭിച്ച പട്ടണമാകുന്നു. സങ്കീർത്തനങ്ങൾ 132. ദാവീദിന് നൽകിയ വാഗ്ദാനം. കർത്താവേ, ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ. അവൻ കർത്താവിനോട് ശപഥം ചെയ്തു, യാക്കോബിൻ്റെ ശക്തനായവനോട് സത്യം ചെയ്തു. കർത്താവിന് ഒരു സ്ഥലം, യാക്കോബിൻ്റെ ശക്തനായവന് ഒരു വാസസ്ഥലം കണ്ടെത്തുന്നതുവരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയോ ഇല്ല. ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല. എഫ്രാത്തയിൽ വെച്ച് നാം അതിനെപ്പറ്റി കേട്ടു. യേയാറിലെ വയലുകളിൽ അതിനെ നാം കണ്ടെത്തി. നമുക്ക് അവിടുത്തെ വാസസ്ഥലത്തേക്ക് പോകാം, അവിടുത്തെ പാദപീഠത്തിങ്കൽ ആരാധിക്കാം. കർത്താവെ, എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് വരേണമേ. അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തനെ തിരസ്കരിക്കരുതേ. ദാവീദിനോട് കർത്താവ് ഒരു ശപഥം ചെയ്തു, അവിടുന്ന് പിന്മാറുകയില്ല. നിന്റെ മക്കളിൽ ഒരുവനെ നിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനാക്കും. എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിന്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ വാഴും. എന്തെന്നാൽ കർത്താവ് സിയോനെ തിരഞ്ഞെടുത്തു, അതിനെ തൻ്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. ഇതാണ് എന്നേക്കും എൻ്റെ വിശ്രമസ്ഥലം. ഞാനിവിടെ വസിക്കും, എന്തെന്നാൽ ഞാൻ അത് ആഗ്രഹിച്ചു. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമൃദ്ധമായി നൽകും. ഞാൻ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും. അവളുടെ പുരോഹിതന്മാരെ ഞാൻ രക്ഷയണിയിക്കും. അവളുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കും. അവിടെ ഞാൻ ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും. എൻ്റെ അഭിഷിക്തന് വേണ്ടി ഞാൻ ഒരു ദീപമൊരുക്കിയിട്ടുണ്ട്. അവൻ്റെ ശത്രുക്കളെ ഞാൻ ലജ്ജ ഉടുപ്പിക്കും. എന്നാൽ അവൻ്റെ കിരീടം അവൻ്റെ മേൽ ദീപ്തി ചൊരിയും.